Continuation of color TV system. Before learning color TV transmitter and receiver block diagram, we have to know about the fundamentals. Color TV fundamentals. Color TV fundamentals. The main factor is color. In color TV system, not only the luminance information and also send the information of color also. All color TV system are based on the principle of our eye. Color perception of human eye is human eye. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കാണണം. ഓക്കെ, അപ്പോൾ the color television or color TV system are based on the principle of our human eye. നമ്മുടെ കണ്ണിൽ ഒരു കളറിനെ കാണുന്നത് അതിനൊരു കളറിന് ഒരു പ്രിൻസിപ്പിളുണ്ട്. റെറ്റിനയിൽ ഉണ്ടാകുന്ന ലൈറ്റിൻ്റെ സെൻസേഷൻ അനുസരിച്ചാണ് നമ്മൾ അതൊരു പർട്ടിക്കുലർ കളറായിട്ട് കാണുന്നത്. അതെങ്ങനെയാണ് ഏതാന്നൊക്കെ ഉള്ളത് ഞാൻ ആ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുണ്ട്. All light sensation to the eye are divided into three main groups. The optic nerve system then integrates the different color impressions into impression to perceive the actual color of the object being seen. അപ്പോൾ 3 കളർ അല്ലെങ്കിൽ 3 കളേഴ്സിലാണ് ബേസിക് ആയിട്ടുള്ളത്. ഈ 3 ബേസിക് കളേഴ്സിൻ്റെ തമ്മിലുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്താണ് മറ്റൊരു കളറാക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യെല്ലോ കളറിലൊരു വസ്തുവിനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണിലെ റെറ്റിനൽ കോൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിലെ റെഡും ഗ്രീനും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിൽ മഞ്ഞ കളറായിട്ട് കാണാൻ പറ്റുന്നത്. ഇതേപോലെ 3 കളർ ബേസിക് ആയിട്ടുള്ള 3 കളറിൻ്റെ മിക്സിംഗ് ആയിട്ടാണ് മറ്റ് കളറിനെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്നുള്ള ലൈറ്റിൻ്റെ സെൻസേഷനാണ്. ബിക്കോസ് ഓൾ കളേഴ്സ് ഹാവ് എ ഫ്രീക്വൻസി, ബാൻഡ് ഓഫ് ഫ്രീക്വൻസി. ഓരോന്നും വിസിബിൾ സ്പെക്ട്രത്തിൽ ഉൾപ്പെട്ടതാണ്. ഈ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് ഉള്ളതിനെയാണ്, അല്ലെങ്കിൽ ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ സ്പെക്ട്രം എന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ വേവ് ലെങ്ത് ആയിരിക്കും. അപ്പോൾ ആ വേവ് ലെങ്ത്തിൽ ഇൻവിസിബിളും വിസിബിൾ ലൈറ്റും ഉണ്ട്. അതിൽ ഇൻവിസിബിൾ ആണ് ഏതാ അൾട്രാ ലൈറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാറെഡൊക്കെ. എന്നാൽ വിസിബിൾ സ്പെക്ട്രത്തിനകത്ത് വരുന്നതാണ് കളേഴ്സിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അത് ആ ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ റെഡിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റിയും വയലറ്റിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റെഡ് ആദ്യം കാണുന്നത്. അപ്പോൾ ഈ വിസിബിൾ സ്പെക്ട്രമിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 4000 ആംസ്ട്രോങ് ടു 7000 ആംസ്ട്രോങ് ആണ്. അപ്പോൾ ദീസ് ബേസിക് കളേഴ്സ്, 3 ബേസിക് കളേഴ്സ് ആർ കോൾഡ് ആസ് പ്രൈമറി കളേഴ്സ്. ദേ ആർ റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. RGB എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയും. ഈ RGB കളറിങ് യൂസ് ചെയ്തിട്ടാണ് മറ്റ് കളേഴ്സിനെ നമ്മൾ കാണുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ to get to different colors, color shading, we have to mix primary colors. There are 2 types of mixing: additive mixing and subtractive mixing. In additive mixing, the basic color of color television, that is RGB, these are mixed together to form a new color. ഈ RGBയിലെ ഏതെങ്കിലും 2 കളറിനെയോ അല്ലെങ്കിൽ 3 കളറിനെയോ മിക്സ് ചെയ്ത് മറ്റൊരു കളറാക്കുന്ന ആ ഒരു മെത്തേഡിനെയാണ് അഡിറ്റീവ് മിക്സിംഗ് എന്ന് പറയുന്നത്. ദീസ് പ്രൈമറി കളേഴ്സ് ആർ ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ്. അപ്പോൾ ഇതിലെ ബ്ലൂവും ഗ്രീനും തമ്മിൽ ചേരുമ്പോൾ സിയാൻ എന്ന് പറഞ്ഞ കളർ ഉണ്ടാവും. ഗ്രീനും റെഡും കൂടെ ചേരുമ്പോൾ യെല്ലോ ഉണ്ടാവും. റെഡും ബ്ലൂവും കൂടെ ചേരുമ്പോൾ മജന്ത കളർ ഉണ്ടാവും. എന്നാൽ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ 100% എന്തായിരിക്കും? വൈറ്റ് കളർ ആയിരിക്കും. അതായത് മിക്സിംഗ് ഓഫ് 30% റെഡ്, 59% of green and 11% of blue
we get 100% white color. അതാണ് അഡിറ്റീവ് മിക്സിങ്ങിൻ്റെ മെത്തേഡ്. ബൈ മിക്സിംഗ് പ്രൈമറി കളേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റീസ് വി ക്യാൻ ഒബ്റ്റെയിൻ ഓൾ ടൈപ്പ് ഓഫ് കളേഴ്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇൻറ്റൻസിറ്റി കുറച്ചും കൂട്ടി ഇത്ര പെർസെൻറ്റേജ് ഒക്കെ കൂട്ടി ഓരോ കളറും 2 കളറുമായിട്ട് ചേരുമ്പോൾ നമുക്കത് വേറൊരു കളറായിട്ട് മാറും. ഇതേ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് TV സിസ്റ്റത്തിലും യൂസ് ചെയ്തിരിക്കുന്നത്. കോംപ്ലിമെൻ്ററി കളർ, അതായത് കളേഴ്സ് ഒബ്റ്റെയിൻഡ് ബൈ മിക്സിംഗ് ഓൺലി 2 പ്രൈമറി കളേഴ്സ് ഈസ് കോൾഡ് ആസ് കോംപ്ലിമെൻ്ററി കളേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈമറി കളറിലെ ഏതെങ്കിലും 2 എണ്ണം വെച്ച് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് കോംപ്ലിമെൻ്ററി എന്ന് പറയുന്നത്. ഇതിലെ കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയുന്നതാണ് യെല്ലോ, മജന്ത, സിയാൻ. എന്നാൽ വൈറ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കാണിച്ച പോലെ വൈറ്റ് എന്ന് പറയുന്നതിന് ഒരു കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയാൻ പറ്റത്തില്ല. ദെൻ ഇൻ ദിസ് ഫിഗർ, ഈ ഫിഗറിൽ കണ്ടില്ലേ, ഈ ഫിഗറിൽ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ദ കോംപ്ലിമെൻ്ററി കളേഴ്സ് ആർ മിക്സ്ഡ് ടുഗദർ ടു ഗെറ്റ് യെല്ലോ പ്ലസ് മജന്ത ഗെറ്റ് റെഡ്, yellow plus cyan get a green, cyan plus a magenta get a blue. But it's complementary, or it's when these 3 colors are mixed together to get black. അപ്പോൾ വൈറ്റിന് പകരം ബ്ലാക്ക് ആണ്, ഇതിൻ്റെ റിവേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ റെഡ്, ഗ്രീൻ, ബ്ലൂ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 3 പ്രൈമറി കളറും ആഡ് ചെയ്താൽ കിട്ടുന്നത് വൈറ്റ് ആയിരുന്നെങ്കിൽ ഈ 3 കളറിനകത്തുനിന്ന് തന്നെ 2 എണ്ണം തമ്മിൽ കിട്ടിയ കളർ, 2 എണ്ണം തമ്മിൽ മിക്സ് ചെയ്ത് കിട്ടിയ കളറിനെ കോംപ്ലിമെൻ്ററി എന്ന് പറയുവാണെങ്കിൽ ഈ കോംപ്ലിമെൻ്ററി കളേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ 3 എണ്ണം ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ബ്ലാക്ക് കളറാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് സബ്ട്രാക്റ്റീവ് മിക്സിംഗ്.